ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നെൻ്റെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്കൊരു സാധനം കിട്ടി. ഇതാണ് ആ സാധനം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയാണ്. പണ്ട് ടൈമിൽ ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ഒരു പഴയ ഒരു ക്യാമറയാണ്. കണ്ട. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ പണ്ടെടുത്ത ഫോട്ടോസ്, അതായത് ഈ ഒരു ക്യാമറയിൽ പണ്ടെടുത്ത ഫിലിം നിങ്ങൾക്ക് ബാക്കിൽ തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഇത്തരം ക്യാമറ മിക്ക പല ആൾക്കാരുടെയും പണ്ടത്തെ ആൾക്കാരൊക്കെ വീട്ടിൽ കാണും. ഈ ഒരു ക്യാമറ നമ്മുടെ ആ ഫിലിം റോള് ഇട്ട് എടുക്കുന്നൊരു ക്യാമറയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ക്യാമറ കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു സാധനം കൂടെ കിട്ടി. ഇതാണ് ആ സാധനം. ഇത് നമ്മുടെ ആ ഒരു ഫിലിമാണ്. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചുണ്ടായിരുന്നു, ബാക്കിയെല്ലാം നശിച്ചു പോയി. അതുകൊണ്ടെല്ലാം അത് മാറ്റി കൊള്ളാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും ഫിലിമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാമറയിൽ എടുത്ത ഫിലിമാണിതെങ്കിൽ ഇതിലെന്തെങ്കിലും ഫോട്ടോയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനോ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു ഐഡിയ കാണുന്നത്. ഈ ഒരു ഫിലിമിലെ ഫോട്ടോസ് നമുക്ക് സ്മാർട്ട് ഫോണിലോട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. പണ്ടൊക്കെ ഈ ഒരു ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് സ്റ്റുഡിയോയിൽ കൊടുത്ത് വാഷ് ചെയ്ത് പിന്നെ ഒരു കളർ ഫോട്ടോ ആയിട്ടൊക്കെ കിട്ടുന്നതാണ് കേട്ടിട്ടുള്ളത്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാൻ പറ്റും. നിങ്ങളുടെ കയ്യിലും ഇതേപോലെ പണ്ടത്തെ ക്യാമറയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, നിങ്ങളത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ താഴെ വന്ന് കമൻറ്റിൽ പറയുക. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമറയിൽ എടുത്താണെങ്കിൽ ഈ ഒരു ഫിലിമെങ്കിൽ നമുക്ക് ഇതിലെ ഫോട്ടോസ് നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ഫിലിം ഞാനൊന്ന് നോത്തപ്പോഴത്തേക്കും ഇതിലെ പല ഫോട്ടോസും ഇപ്പം തന്നെ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. ആ കണ്ട ഫോട്ടോസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി ആയിട്ട് കാണാൻ വേണ്ടി ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ ഇതേപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനി അതായത് ഒരു ഫിലിം എടുത്ത് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുത്ത് ഇതേപോലെ നമുക്ക് അതിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരെയും ക്ലിയർ ആയിട്ട് കാണുന്നതായിരിക്കും. പക്ഷേ ഇപ്പം നോക്കുവാണെങ്കിൽ ആൾക്കാരെ കാണാം, പക്ഷെ ആരാണെന്നോ എന്തുവാണെന്നോ ഒന്നും അറിയാൻ വയ്യ. അതുകൂടെ തിരിച്ചറിയുന്ന രീതിയിൽ ഇനി നമ്മൾ ഈ ഒരു ഫോട്ടോ മാറ്റിയെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ആ ഒരു ഫിലിമിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യക്തമായിട്ട് കാണുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ വേറൊരു സ്മാർട്ട് ഫോണിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോ നല്ലപോലെ ക്ലിക്ക് ചെയ്യും. ഇനി നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്പിലേക്ക് കയറുക. ഞാനിവിടെ ഇൻഷോട്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇൻഷോട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ അത്യാവശ്യം ആ ഒരു ഫോട്ടോ നല്ലപോലെ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ആ ഒരു സെലക്ട് ചെയ്ത ആ ഒരു ഫോട്ടോയുടെ ആ ഒരു ഫ്രെയിമിനനുസരിച്ച് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ അത്യാവശ്യം ആ ഒരു ഫോട്ടോ നല്ലപോലെ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രോപ്പ് ചെയ്ത ഫോട്ടോ നമുക്ക് ബിഗ് സ്ക്രീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു തലതിരിഞ്ഞ ഫോട്ടോ നമ്മൾ നേരെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഫിൽറ്റർ എഫക്റ്റിൽ പോയി കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കാണും, കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സകലമാന പണി ഇരിക്കുന്നത്. ഈ ഒരു ഓപ്ഷനിലെ മുകളിൽ കുറേ കളർ കൊടുത്തിരിക്കുന്നത് കാണാം, വൈറ്റ്, റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഓരോ കളർ സെലക്ട് ചെയ്തിട്ട് അതിലെ ഓരോ ബാറും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അതിനനുസരിച്ച് ഒന്ന് നീക്കി കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ഫോട്ടോയുടെ കളർ താനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആദ്യം കണ്ട ആ ഫോട്ടോയുടെ ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ കാണുമ്പം അതൊന്ന് കളറായി കയറി. ഞാൻ ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഇച്ചിരി സ്പീഡ് ഒന്നാക്കിയിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് അധികം ലാഗ് തോന്നിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ കളർ കയറി ഇപ്പോൾ തന്നെ ആ ഒരു ഫോട്ടോ ഏകദേശം ആ ഒരു കളർ ഫോട്ടോയിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ചെയ്ത് അവസാനം നമ്മുടെ ആ ഒരു ഫോട്ടോയിലുള്ള ആൾക്കാരെയൊക്കെ അത്യാവശ്യം തിരിച്ചറിയുന്ന രീതി ക്ലിയർ ആയിട്ടും കളറായിട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഈ ഒരു എഡിറ്റിംഗ് നിർത്തുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി. ഇതിന് കൂട്ടി കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കളർ പിന്നെ നീക്കാതിരിക്കുക അങ്ങോട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ ഫൈനൽ റിസൾട്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ കളറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ആ ഒരു ഫോട്ടോ കളറാക്കി എടുത്ത്. അത്രയൊക്കെ ക്ലാരിറ്റി പ്രതീക്ഷിച്ചാൽ മതി, കാരണം ഇത്രയും വർഷമായൊരു സാധനമാണ്. അപ്പോൾ ഇത് സാധനം എല്ലാവരുടെയും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം മിക്കവാറും കാണുമെന്ന് അറിയില്ല, റെയർ ആയിരിക്കും കിട്ടാൻ. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ കിട്ടാൻ റെയർ ആയിരിക്കും. ഇത് തന്നെ കിട്ടിയത് ഭയങ്കര റെയറായിട്ടാണ്. ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം നശിച്ചു പോയി. ഒന്നും കാണാനോ ഒന്നും ക്ലിയറും അല്ല. അപ്പം നമുക്ക് ആകപ്പാടെ കിട്ടിയത് ഇത്രയാണ് നല്ലത്. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറയിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ആ ഒരു പണ്ടത്തെ ടൈപ്പ് ക്യാമറയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇത്തരം ക്യാമറ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിലെടുത്ത ഇത്തരം ഫിലിമും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അറിയാൻ വേണ്ടിയാണ് നമ്മുടെ ആർക്കൊക്കെ കയ്യിൽ ഇത്ര ക്യാമറ ഇപ്പോഴും ഉണ്ടെന്നും പിന്നെ ഇതേപോലെ ഫിലിമും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്കും ഫിലിമും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ കളറാക്കാൻ നോക്കും. നമുക്ക് പറ്റുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ കളറാക്കാൻ. എന്തായാലും കൊള്ളാം, സാധനം കൊള്ളാം. ആൾക്കാരെ കാണാൻ പറ്റി. ആരാണെന്നൊന്നും അറിയത്തില്ല. ആ ഒരു കാലത്ത് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചെടുത്ത ആരെങ്കിലും ആയിരിക്കാം. എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫിലിമിൽ കണ്ട ആൾക്കാരെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളറാക്കി കിട്ടി. എന്തായാലും സംഭവം നൈസാണ്. നമുക്കൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, കളറാക്കി എടുത്ത് കാണാൻ പറ്റി, അത്രേ ഉള്ളൂ. എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. എന്തായാലും ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.